നമ്മളിന്ന് പോണത് കക്കാടംപോലെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ഞാനും ഒക്കെയും കസിൻസ് ഒക്കെ ആയിട്ട് കാറ് നിറയെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിറങ്ങി. ഇവരാണെങ്കിൽ എന്റെ ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പുറം നടക്കുക. ഈ വഴി കൂടെ കുറച്ചങ്ങോട്ട് പോയിട്ട് വേണം നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്താൻ. നിങ്ങൾ നിലമ്പൂർ വഴി കക്കാടംപോലെ പോയിട്ടുള്ള ആളാണെങ്കിൽ ഈ പാലം കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്ഥലം ഏതാന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടാ പറയോ ഇതൊരു റോഡ് കൂടെയാണ് വെള്ളം ഒഴുകണത്. അതെ ഗൈസ്, വേനൽക്കാലത്ത് വണ്ടികളൊക്കെ പോണ റോഡ് കൂടെയാണ് ഈ വെള്ളമൊക്കെ ഒഴുകണത്. വേനൽക്കാലത്ത് ഈ സ്ഥലത്തിന് ഒരു വേറെ ഭംഗിയാണ്. ഇനി നമുക്ക് കുറച്ചങ്ങനെ നടക്കാനുണ്ട്. അധികമൊന്നുമില്ല, ഒരു 400 മീറ്റർ. നമ്മളത് ഏകദേശം നമ്മുടെ സ്ഥലത്തെത്താറായി. ഇപ്പൊ നമ്മുടെ മെയിൻ കൺസേൺ വേറൊന്നുമല്ല, അട്ടയാണ്. മഴക്കാലം ആയതുകൊണ്ട് ചതുപ്പ് സ്ഥലം ആയതുകൊണ്ടും അട്ട ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോണ വഴിക്ക് നമുക്ക് ചക്കയും മാങ്ങയൊക്കെ കിട്ടിയിട്ടോ. ഇവിടുത്തെ മഴന്റെയും കോടന്റെയും കാര്യം നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റില്ല. എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എത്തിയപ്പോ അല്ലാത്ത മഴയും കോടയാണ് ഇപ്പൊ പെട്ടെന്ന് വന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. കാറിന്ന് ഇറങ്ങിയപ്പോഴേ അനിയൻ പറഞ്ഞതാണ് റെയിൻകോട്ട് ഇട്ടോ. പക്ഷെ അപ്പൻ്റെ ഒരു ചാടക്ക് ഞാൻ ഇട്ടില്ല. പക്ഷെ പിന്നെ മഴ പോലത്തെ മഴ വന്നപ്പോൾ ഞാൻ കൊണ്ട് തന്നെ ഊരി വാങ്ങി. എന്നോട് വീഴലേ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇക്കനെ പോയി വീണു. അല്ല, വീണതല്ല, മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തത് ചെറുതായി. അതാണ് അതിന്റെ ബ്യൂട്ടി എന്നാണ് ഇക്ക പറഞ്ഞത്. ഇവിടെ അധികം ആർക്കും അറിയാത്തൊരു വാട്ടർഫോൾ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾ. ഇത് നമ്മൾ പണ്ട് വേനൽക്കാലത്ത് പോയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ വ്യൂ ഇതിലും അടിപൊളിയാവും. പക്ഷെ എന്താ ചെയ്യാൻ, നമുക്ക് പോയി കാണാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടെന്ന് മെല്ലെ പോരാനുള്ള പരിപാടി. ഇറങ്ങി പോയതിനേക്കാൾ പ്രയാസമായിരുന്നു തിരിച്ച് കയറി വരാൻ. ഞങ്ങളാണെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് അവിടുത്തെ കയറൊക്കെ പൊട്ടിപ്പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഒരു വിധത്തിൽ കയറി വന്നത്. ഗൈസ്, ഞാൻ നേരത്തെ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം പറഞ്ഞില്ലേ, അതിനുള്ള തെളിവാണ് ഇത്. നിങ്ങളുടെ ബോഡിയിൽ ആവശ്യത്തിലധികം ചീത്ത ബ്ലഡ് ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം. ഇവിടെ വെറുതെ വന്ന് നിന്ന് കൊടുത്താൽ മതി. അട്ട വന്ന് അതിന്റെ പണിയെടുത്ത് പോയിക്കോളും. എവിടെ പോവാണെങ്കിലും മെമ്മറിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ഇവിടുന്ന് കളക്ട് ചെയ്തത് അട്ട കടിച്ചൊരു പാടാണ്. എല്ലാരും ഒരു 10-20 അട്ടെങ്കിലും കടിച്ചിട്ടുണ്ടാവും. എന്നെ മാത്രമേ 2 അട്ട കടിച്ചുള്ളൂ. അതിന്റെ സന്തോഷ പ്രകടനമാണിത്. അധികം സന്തോഷിക്കണ്ട, അട്ടക്ക് പോലും എന്നെ വേണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു. ആർക്കും വേണ്ടെങ്കിൽ എന്താ, എനിക്ക് വൈബാക്കാൻ ഞാൻ തന്നെ മതി. അപ്പോൾ ഈ ഓട്ടത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. ഫോളോ ചെയ്ത് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.